എൻ്റെ ഒരിക്കലും ഞാനൊരു നടനാവേണ്ട ആളല്ല. എൻ്റെ എല്ലാ കാലത്തെ അത്ഭുതം ഞാനെങ്ങനെ നടനായി എന്നുള്ളതാണ്. ലാലേട്ടനെയൊക്കെ വെച്ചിട്ട് എന്നെ നിങ്ങൾ താരതമ്യം ചെയ്ത് അദ്ദേഹത്തെ അവമാനിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇത്രയും രസങ്ങൾ കാണിക്കുന്ന ഒരാളല്ലേ ലാലേട്ടൻ. ലാലേട്ടൻ്റെ മുഖത്ത് വരാത്ത രസങ്ങളില്ല, അപ്പോൾ അത്രയും രസങ്ങൾ കാണിക്കുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനിമലാണ് നായ. എന്നാൽ പിന്നെ അതിനെ വെച്ചിട്ട് പിടിക്കാം, നവരസങ്ങളെന്ന് പറഞ്ഞിട്ട് കുറേ റെഫറൻസും ഒക്കെ എടുത്ത് ചെയ്തതാണത്. കാണുമ്പോൾ കാണുമെന്ന് ചോദിക്കാൻ ഇപ്പോഴാലോചിക്കുന്നത് കൊടുക്കണ്ടായിരുന്നു. രജനി സാറിനെ പോലെയുള്ള ഒരാളോടൊപ്പം അദ്ദേഹം അഭിനയിക്കുന്നൊരു വലിയ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗത്തിൽ നമുക്കൊരു വേഷം കിട്ടുക. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? അയ്യയ്യയ്യയ്യേ. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. മിമിക്രിയിൽ പകരക്കാരനില്ലാത്ത ഒരു അതുല്യ കലാകാരൻ. അതിനേക്കാളപ്പുറത്ത് ഒരു മികച്ച വേഷങ്ങൾ, ശക്തമായ വേഷങ്ങൾ ചെയ്ത് ഇന്ന് മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ അഭിനേതാക്കളുടെ പട്ടികയിലേക്ക് ഉയർന്നിരിക്കുന്ന താരം കോട്ടയം നസീർ. വെൽക്കം. താങ്ക് യു. നസീർ മിമിക്രിക്കാരനായിരുന്ന കാലം മുതലറിയാം, അല്ലെങ്കിൽ ആ സ്റ്റേജിൽ നടന്നുകൊണ്ടിരുന്ന കാലം മുതലറിയാം. സിനിമയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മൾ പലയിടത്തും വെച്ചും കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ, ഒരുപക്ഷെ ഒരു മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ എന്നെ വളരെ ആകർഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രോമാഞ്ചം എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലൊരു കോട്ട്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏത് സന്ദർഭമാണെന്നറിയില്ല. അത് ആ സമയത്ത് ആരാണ് ദൈവം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ കൊടുത്തിരുന്നു. അത് പക്ഷേ നാളത്തെ തലമുറയ്ക്കും ഇനി വരാനിരിക്കുന്നവർക്കും ഒക്കെ നൽകുന്നത് ആരോ. അതെ, അതെന്തായിരുന്നു അതിൻ്റെ ഒരു ചരിത്രം എന്നിലൂടെ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടല്ലോ സഫാരി ടി വിയുടെ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പേര് വന്ന് അവരുടെ ജീവിതകഥയും അനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ ക്ഷണിച്ചിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം കൊണ്ട് ഒരു 24 എപ്പിസോഡാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ ആ ഷൂട്ട് അവസാനിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലേപ്പലൂരി നിൽക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കാര്യം ഒന്ന് പറയാനുണ്ടായിരുന്നു, ഒരു മാറ്റർ ഒന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം, എന്നാലും എനിക്കിതൊന്ന് പൂർണ്ണമാക്കാൻ പറ്റുന്നുള്ളൂ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ രണ്ടാമതെടുത്ത സംഭവമാണ് ആ ഒരു പോർഷൻ. അന്നം തരുന്നത് ആരോ, അതാണ് എൻ്റെ ദൈവം, ആ ദൈവത്തെ തൊഴുന്നുകൊണ്ടൊരു പ്രശ്നമില്ലാന്ന് പറഞ്ഞ എൻ്റെ ഒരു മാറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതങ്ങനെ സംഭവിച്ചതാണ്. പക്ഷെ അത് പിന്നീട് ആ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് പേര് എനിക്ക് അയച്ചു തരികയും ഇതാവണം കലാകാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ സംഭവങ്ങൾ എനിക്ക് വരുന്നുണ്ട്. വലിയൊരു മെസ്സേജാണത്. കാരണം ഈ ദൈവം എന്താണ് എന്നുള്ള ഒരു ഇൻ്റർപ്രിട്ടേഷൻ അതിനകത്തുണ്ട്. അതെ, നമ്മൾ എഴുതിക്കൊണ്ടൊന്നും പോയതല്ല. അല്ലല്ല, നമ്മൾ പറയുമല്ലോ അന്നമാണ് നമ്മുടെ ദൈവം എന്നല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിന് വകയൊരുക്കുന്ന ആരോ. പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള നല്ലതല്ലാത്ത ഏതെങ്കിലും മെസ്സേജുകൾ ആരെങ്കിലും അയച്ചിരുന്നു? അല്ല, അതുണ്ടാവും. ഈ ലോകത്ത് ആര് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കാണ് എല്ലാവരും പോസിറ്റീവായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് അവരുടെ ഓരോരുത്തരുടെയും വേർഷനിൽ അവർക്ക് നെഗറ്റീവ് ഉണ്ടാവും. നമ്മളതൊന്നുമല്ല. ആ പറഞ്ഞത് ഇപ്പോഴല്ല ചർച്ച ചെയ്യപ്പെടാൻ പോണത്, ഇതിനേക്കാൾ കൂടുതൽ പിൽക്കാലത്ത് അത് ചർച്ച ചെയ്യപ്പെടുമെന്ന് എനിക്ക് അതൊരു കോട്ടായിട്ട് നിൽക്കുമെന്നുള്ളത് എനിക്ക് വിശ്വാസമുണ്ട്. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ജയിലറിലാണ്. ജയിലറിൽ ഞങ്ങൾ കണ്ടത് പിന്നെ രജനീകാന്തിന് ഒരു പടം കൊടുക്കുന്ന ഒരു വലിയ ചിത്രമാണ്. എന്നിട്ട് അതിൽ ഇതേണക്കൊരു വാക്ക് എഴുതിയിരുന്നു. ആ വാക്കാണ് എനിക്ക് വളരെ ഒരു കഥ സല്ലട്ടും അല്ല, അതിനേക്കാളൊക്കെ ഇതൊരു പടച്ചുവിൻ്റെ തിരക്കഥയാണ്. അതെ, അങ്ങനെയാണ് അതിൻ്റെ തുടക്കം, ഒരു കഥ സല്ലട്ടും. അതൊരു ശരിക്കും ഒരു പടച്ചുവിൻ്റെ തിരക്കഥയായിരുന്നു അല്ലേ. അപ്പോൾ ആ സിനിമയിലെ എൻ്റെ സീനിൻ്റെ വലിപ്പമോ അല്ലെങ്കിൽ വേഷത്തിൻ്റെ പ്രത്യേകത ഒന്നുമല്ല എന്നെ അതിൽ അട്രാക്റ്റ് ചെയ്തൊന്നുമല്ല. രജനി സാറിനെ പോലെയുള്ള ഒരാളോടൊപ്പം അദ്ദേഹം അഭിനയിക്കുന്നൊരു വലിയ ഹിറ്റ് സിനിമയുടെ 2ാം ഭാഗത്തിൽ നമുക്കൊരു വേഷം കിട്ടുക. അതിപ്പോൾ ഒരു സീനോ ഒരു ഷോട്ടോ ഒന്നും എനിക്ക് വിഷയമില്ല. അതൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കുക, കണ്ടു, പരിചയപ്പെട്ടു. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അദ്ദേഹത്തിനെ കണ്ട നിമിഷത്തെക്കുറിച്ച് ഒന്നും ഞങ്ങളോട്. കോഴിക്കോടുണ്ടായിരുന്നു ഷൂട്ട്. ഒരു 10-20 ദിവസത്തോളം ഞങ്ങൾ കോഴിക്കോടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വന്നു, ഞാൻ പോയി പരിചയപ്പെട്ടു. എൻ്റെ പേര് കോട്ടയം നസീർ, ഞാൻ ഇതിലൊരു ഇന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത് സാറിന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എല്ലാവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഷെയ്ക്കാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. എല്ലാവരും നമ്മൾ ആര് പോയാലും പുള്ളി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുള്ളൂ. അപ്പോൾ പിന്നെ അടുത്ത നാൾ പറഞ്ഞു കൊടുത്തു, കുറച്ചുകൂടെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ എൻ്റെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ബുക്ക്, ആർട്ട് ഓഫ് മൈ ഹാർട്ട് എന്ന് പറഞ്ഞ എൻ്റെ ബുക്ക് കൊണ്ടുപോയി ഞാൻ സാറിന് കാണിച്ചു. ഇത് ഞാനൊരു ആർട്ടിസ്റ്റും കൂടിയാണ്, ഇതെൻ്റെ ബുക്കാണ്, എനിക്ക് സാറിന് തരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴത്തേനും അത് മുഴുവൻ മറിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ഒരു
ഒരു ഒരു സന്തോഷം, ഒരു ഇഷ്ടം. അതാണ് അതിന് മുമ്പുള്ളതിനേക്കാളും കുറച്ചുകൂടി ഒരു ഇഷ്ടം, ഒരു കലാകാരനോടുള്ള ഒരു ഇഷ്ടം മൊത്തത്തിലുണ്ടായിരുന്നു. നല്ലൊരുക്കെ അത് ദൈവം കടവുൾ ഓ അപ്പടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഒരുമിച്ച് ഇന്ന് ഫോട്ടോ എടുത്തപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സീനിയോറിറ്റി എല്ലാത്തിനും വെച്ച് നമ്മളൊത്തിരി ഇങ്ങനെ നിൽക്കുമല്ലോ, ചേർന്ന് നിൽക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അവർക്കതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വെച്ച് നമ്മളിങ്ങനെ ഒന്ന് മാറി നിൽക്കുമല്ലോ. പക്ഷെ പുള്ളി തന്നെ തോളെ കൈയിട്ടത് ചേർത്ത് പിടിച്ച ഫോട്ടോ എടുത്തത്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇത് സ്വപ്നമാണോ അതോ ഇത് റിയൽ ആണോ എന്ന് നമുക്ക് ഒരു പിടുത്തവും കിട്ടാത്തൊരവസ്ഥയായിപ്പോയി. വല്ലാത്തൊരു ഓറയുള്ളൊരു മനുഷ്യൻ. ഒരു താരം, അത്യാവശ്യം നല്ല താരം നമ്മൾ സെറ്റിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബഹളവും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതല്ലേ അല്ലേ. അവരുടെ സ്റ്റൻസ്, വണ്ടി കാര്യങ്ങളോ, അതിൻ്റെ ഒരു ആൾ വരുന്നു എന്നറിയിക്കുന്നതിന് ഒരു ബഹളം ഉണ്ടാവില്ല. ഇതപ്പോൾ അങ്ങനെയൊന്നും നമ്മളങ്ങനെ കാണുന്നില്ല. ഒരു വണ്ടി വന്ന് ഇറങ്ങി സാധാരണക്കാരനെ പോലെ അപ്പുറത്ത് മാറിയിരിക്കുന്നു, ഒരു ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളാണല്ലേ. നമ്മൾ പ്രതീക്ഷിക്കുന്നൊരു ഇൻട്രോ ഇല്ലേ, സജിൻ സാറ് വരുന്നു, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ കണ്ട ചില ഇൻട്രോ ഒക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ ഭാഷ വരുന്നു, മറ്റേത് വരുന്നു, അങ്ങനെ ഒരുപാട് ക്യാരക്ടർ വരുന്നൊക്കെ ആയിരിക്കുമല്ലോ നമ്മുടെ മനസ്സിൽ. വലിപ്പ ചെറുപ്പമല്ല, ഒന്നും അല്ലെങ്കിൽ തന്നെയും ഇതിലേക്കൊരു വിളി വരുന്നുണ്ട്. അത് നെൽസനാണോ വിളിച്ചത്? അല്ല, അവരുടെ നിന്ന് ആദ്യമേ അതിൻ്റെ ഈ ആർട്ടിസ്റ്റ് കോർഡിനേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കൺട്രോളുണ്ട്, ആർട്ടിസ്റ്റുകളെ മാത്രം. അദ്ദേഹം വിളിച്ചു, ഇങ്ങനൊരു പടത്തിൻ്റെ കാര്യം പറഞ്ഞു. എനിക്ക് അതിനു മുമ്പ് നമ്മുടെ പാലക്കാടിൽ ഞങ്ങളുടെ ഗിരീഷ് എന്ന് പറഞ്ഞിട്ട് ഈ സിനിമയുടെ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഗിരീഷുണ്ട്, ഗിരീഷിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ഗിരീഷാണ് എന്നെ ആദ്യം വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു സംഭവത്തിന് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു പിന്നെന്താ. അപ്പോൾ അവർ വിളിച്ചു. അത് കഴിഞ്ഞ് അവരുടെ അസോസിയേറ്റ് ഭാർഗവി എന്ന് പറഞ്ഞവർ വിളിച്ച് സ്റ്റോറി കഥ നമ്മുടെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ആ പ്രോസസ്സിങ് നടന്നു. അതെ, 10-17 ദിവസം അഭിനയിച്ചു. ഇനിയുണ്ട് 20 ദിവസത്തെ ഷൂട്ട് ഇനിയുണ്ട് ചെന്നൈയിലേക്ക്. കോമ്പിനേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം. പിന്നെ കോമ്പിനേഷൻ കൂടുതലൊന്നും അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഭയങ്കര സംഭവം ഒന്നുമല്ല, ചെറിയ വേഷമാണ്. പക്ഷേ ആ ചെറിയ വേഷത്തിനും അദ്ദേഹത്തിനോടൊപ്പം അഭിനയിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അതേ ഉള്ളൂ, സിനിമയുടെ ഒരു ഭാഗമാണ്. അല്ല, അദ്ദേഹത്തിനൊപ്പം അഭിനയിച്ചവരാണ് മോഹൻലാൽ, ചെറിയ വേഷമായിരുന്നു. രാജകുമാരൻ, ലാലേട്ടനെയൊക്കെ വെച്ചിട്ട് എന്നെ നിങ്ങൾ താരതമ്യം ചെയ്ത് അദ്ദേഹത്തെ അവമാനിക്കില്ല, എന്നെ ഓക്കെ. അപ്പം നെൽസൺ എങ്ങനെയുണ്ട് ഒരു ആസ് എ ഡയറക്ടർ? വെച്ചാൽ ഓക്കെ ആകുന്നത് വരെ അവരെടുക്കും. തമിഴ് ഭാഷ എങ്ങനെയുണ്ടായിരുന്നു? തമിഴ് ഒക്കെ ഡയലോഗ് തന്നു, കുത്തിയിരുന്ന് പഠിച്ചേ പറ്റുള്ളൂ. ഇത് ബൈജു ചേട്ടൻ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വരുന്നത്. കഴിഞ്ഞ് ഞങ്ങളിരുന്നൊരു ഇൻ്റർവ്യൂ പറഞ്ഞിരുന്നു, ഈ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ ദൈവം തമ്പുരാൻ പോലും നമ്മളെ രക്ഷിക്കാൻ പറ്റുമല്ലെന്ന് പുള്ളി ഒരു കമൻറ്റ് പറഞ്ഞിരുന്നു. അതാണ് സത്യം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാര്യം ഇത് പെട്ടു, അഭിനയിച്ചേ പറ്റൂ, എങ്ങനെയും ജീവൻ പറഞ്ഞ പോരാട്ടമാണ്. പഠിച്ച് ചെയ്തു, കുറച്ച് ഡയലോഗൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഡബ് ചെയ്യുന്ന നമ്മൾ തന്നെ ആയിരിക്കും അല്ലേ? ഒന്നും ആയിട്ടില്ലെന്നേ, അതിനി കിടക്കണം. അടുത്ത വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന പടത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. നമ്മൾ അതുവരെ ആരാധിച്ചിരുന്ന ഒരു വലിയ താരത്തോടൊപ്പം ഒരു വേഷം അല്ല സ്ക്രീൻ സ്പേസ് പങ്കിടുന്നു എന്നുള്ളതാണ് എൻ്റെ. നമ്മുടെ കൂടെയുള്ള പലരും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ ഇടുന്നു, വീട്ടിൽ പോകുന്നു എന്നൊക്കെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കാണാൻ നമ്മളല്ലെങ്കിൽ ദൈവമേ നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടുമോ? കിട്ടുമായിരിക്കും. അങ്ങനെ കിട്ടി. അതുകൊണ്ടാണ് പടച്ചോൻ്റെ തിരക്കഥ എന്നല്ലേ എഴുതിയത്. അങ്ങനെ ഒരുപാട് തിരക്കഥകൾ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ തിരക്കഥ ഭീകര തിരക്കഥയാണ്. അതാണ് ഞാൻ അതെപ്പോഴും ആലോചിക്കും. ഏതോ ഒരു സ്കൂളിൽ ഡ്രോയിങ് ഒരു മാഷായിട്ട് പോകേണ്ട ഒരാളായിരുന്നു ഞാൻ. ഒരിക്കലും ഞാനൊരു നടനാവേണ്ട ആളല്ല. എൻ്റെ എല്ലാ കാലത്തെ അത്ഭുതം ഞാൻ എങ്ങനെ നടനായി എന്നുള്ളതാണ്. സത്യം. അത് ആഗ്രഹം കൊണ്ട് മാത്രമായതാണ്. ചിത്രകല പഠിച്ച ഒരാളാണ്. ചിത്രകല പഠിച്ചാണ്. പിന്നെ അതായിരുന്നു താല്പര്യം, അതായിരുന്നു പ്രൊഫഷണലായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് 3 വർഷത്തോളം അല്ലേ പഠിച്ചത്. പിന്നെ അവിചാരിതമായിട്ട് മിമിക്രിയിൽ ഒരു ബന്ധമില്ലാത്ത ഞാൻ സ്റ്റേജിൽ പോലും കയറിയൊരു ഞാൻ മിമിക്രിയിലിട്ട് വന്നു. മിമിക്രിയിൽ നിന്ന് നേരെ പിന്നെ സിനിമയിൽ വരുന്നത്. ഞാൻ പറഞ്ഞു ഏതൊക്കെയോ വഴി ഇങ്ങനെ കാണിച്ചു തന്നു, ആ വഴിയിലൂടെ നമ്മളങ്ങ് നടന്നു എന്നുള്ളതാണ്. ആ പുസ്തകം ഞാൻ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് ആർട്ട് ഓഫ് മൈ ഹാർട്ട്സ്. ആ പേരിന് തന്നെ ഒരു കലയുണ്ട്. പടങ്ങളാണെങ്കിൽ അതിഗംഭീരമാണ്, ഭയങ്കര ഫിനിഷിംഗ് ആണ് ഒന്നത്തെ കാര്യം. ആ പെയിൻറ്റിംഗ് ഒക്കെ വളരെ പെർഫെക്റ്റ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആ ദിഗംബരൻ്റെ മനോജ് കെ ജയൻ അവിടെ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ വരെ തോന്നുന്നു. എൻ്റെ ഫീച്ചേഴ്സൊക്കെ അടിപൊളിയാണ്. അത് നമ്മൾ അത് എനിക്ക് തോന്നുന്നു അത് ഇട്ട് ഒരിക്കൽ മനോജ് കെ ജയൻ എന്തോ കമൻറ്റ് ചെയ്തിരുന്നു. ഉണ്ട്, മനേട്ടന് കൊടുക്കാൻ വേണ്ടി തന്നെ വരച്ചതായിരുന്നു. അത് വരയ്ക്കാൻ ഇത്തിരി പാടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ണിലൊരു എക്സ്പ്രഷനുണ്ട്. ഒരു എന്താ പറയുക, സ്ത്രൈണതയും ഒക്കെ ചേർന്നിട്ടൊരു അങ്ങനത്തെ ഒരു ക്യാരക്ടറാണല്ലോ മൊത്തത്തിൽ. അത് ദിഗംബരൻ. ദിഗംബരൻ അങ്ങനെയുള്ളൂ. കുറച്ച് സ്ത്രൈണതയുണ്ട്, പിന്നെ ക്രൗര്യമുണ്ട്. ക്രൗര്യമുണ്ട്. അപ്പം അത് ആ കണ്ണിലുണ്ട് അയാളുടെ ഒരു ഇത്.
അത് നമുക്ക് വരച്ച് കിട്ടാൻ ഇത്തിരി പണിയായിരുന്നു, കുറച്ച് പണിയെടുത്ത്. അത്രയും ഡീറ്റെയിലിംഗ് ഉണ്ടെന്നുള്ളതാണ്. ആ, അതെ, അതൊക്കെ ജീവനോടെ അതാണ്. അങ്ങനെ ഒരു നവരസങ്ങളുടെ ഒരു പൂച്ചക്കാരൻ. അതെന്താണ് പ്രചോദനം? ലാലേട്ടൻ കുറേ കാലമായിട്ട് അല്ല, ചോദിക്കുന്നത്. ഞാനത് അതിലേക്ക് വരാം. ലാലേട്ടന് മുമ്പായിട്ട് എനിക്ക് ഇതിനെക്കുറിച്ച് തന്നെ അത് അമ്പിളിച്ചേട്ടൻ്റെ നവരസങ്ങളാണോ? ഇത് കൂടാതെ ഒരു 3 രസങ്ങളും കൂടെ കാണാം. അത് വേറെ വരച്ച ഉണ്ടായിരുന്നു. ആണോ? ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഇമോഷണലായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ആനിമലാണ് ഡോഗ്സ് അല്ലേ. മനുഷ്യനായിട്ട് ഭയങ്കര, പൂച്ചയ്ക്ക് പോലും അത്രയും ഇല്ല, അത്ര പെറ്റ്. അപ്പം ലാലേട്ടൻ ഇതിൻ്റെ ഒരു ഭയങ്കര ക്രൈസുള്ള ആളാണ്. ലാലേട്ടൻ വലിയ പെറ്റാണ് ഡോഗ്സ് എന്ന് പറഞ്ഞറിയാം. സ്റ്റുഡിയോയിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഉണ്ട്. അപ്പോൾ എന്നോട് ഇങ്ങനെ നീ എനിക്കൊരു പടം വരച്ച് തരണം, അതൊരു ഡിഫറൻറ്റ് പടമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി അവിടുത്തെ കളക്ഷൻസൊക്കെ കാണിച്ച് ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഇരുന്ന് ആലോചിച്ചു, ഇത്രയും രസങ്ങൾ കാണിക്കുന്ന ഒരാളല്ലേ ലാലേട്ടൻ. ലാലേട്ടൻ്റെ മുഖത്ത് വരാത്ത രസങ്ങളില്ല, അപ്പോൾ അത്രയും രസങ്ങൾ കാണിക്കുന്ന ആളല്ലേ. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആനിമലാണ് നായ. എന്നാൽ പിന്നെ അതിനെ വെച്ചിട്ട് പിടിക്കാം, നവരസങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ റെഫറൻസും ഒക്കെ എടുത്ത് ചെയ്തതാണത്. അതിൻ്റെ ഒരു 100 കണക്കിന് ഫോട്ടോസ് പല ടൈപ്പിലുള്ളത് നമുക്ക് ഇതിൽ കിട്ടും, നെറ്റിലുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് മാറ്റങ്ങളൊക്കെ വരുത്തി ഒക്കെയാണ് ചെയ്തത്. പിന്നെ ലാലേട്ടൻ ഈ ഫോട്ടോ വരച്ച് തരണമെന്ന് പറയുന്ന സമയത്ത് ഞാനുണ്ട്. അമ്മയുടെ മീറ്റിങ്ങിനിടയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് മോനെ എവിടെ എനിക്ക് ഫോട്ടോ വരച്ച് തന്നെ കാണുമ്പോൾ ചോദിക്കാൻ ഇപ്പോഴാലോചിക്കുന്നത്, കൊടുക്കണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചോദിക്കുകയെങ്കിലും ചെയ്തു. അത് കഴിഞ്ഞ് എത്ര ദിവസം എടുത്തു? ഈ പടമല്ലേ നമ്മൾ കൊടുത്ത അവിടെ അദ്ദേഹത്തിന്? അതെ, 9 പീസ്. അത് കണ്ടപ്പോൾ എന്തെങ്കിലും പറഞ്ഞു? ഭയങ്കര സന്തോഷമായി. അതുമാത്രമല്ല, വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ മേളിൽ നിരത്തി അങ്ങനെ, അതാണ് നമുക്ക് സന്തോഷം. നമ്മൾ ദൂരം പെയിൻ എടുത്തിട്ടായിരിക്കും നമ്മളിങ്ങനെ ഒരു സാധനം വരയ്ക്കുന്നത്, നമ്മളൊരു പ്രസൻറ്റ് ചെയ്യണത്. അവർ നമുക്ക് തരേണ്ട അർഹതപ്പെട്ട അംഗീകാരം എന്ന് പറഞ്ഞാൽ അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മിക്കയിടത്തും അങ്ങനെ ആയിരിക്കുകയില്ല. ഇതെവിടെയെങ്കിലും അങ്ങനെ ഒരുപാട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അതാണ് നമുക്കൊരു സന്തോഷം തോന്നുന്നത്. അദ്ദേഹം ഏറ്റവും സ്വകാര്യ മുറിയിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ? മെയിൻ ഹാളിൽ. അദ്ദേഹം എന്തെങ്കിലും ഗിഫ്റ്റ് തന്നു? അയ്യോ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ പൈസ അല്ലല്ലോ. ഗിഫ്റ്റിനേക്കാളും വലിയതല്ലേ നമ്മളെ കാണുമ്പോൾ അദ്ദേഹം മോനെ എന്ന് പറഞ്ഞ് വിളിച്ചടുത്ത് വരുന്നു, അടുത്തിരിക്കുന്നു, സംസാരിക്കുന്നു, കാര്യങ്ങൾ ചോദിക്കുന്നു. അതൊക്കെ നമുക്ക് വലിയ സന്തോഷമല്ലേ, അതല്ലേ വേണ്ടത്. ഇത് കണക്കൊരു വലിയ ഒരു പെയിൻറ്റിങ്സ് നടന്നിരുന്നു, എക്സിബിഷൻ നടത്തിയിരുന്നു ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ. അതെ, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം, അത് കഴിഞ്ഞ വർഷമായിരുന്നു, 2022 കഴിഞ്ഞിട്ട് അങ്ങേ വർഷം. ഷാർജ പോലും സ്ഥലത്ത് ഒരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു വലിയ അംഗീകാരം, ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നില്ലേ? അതൊരു എൻ്റെ ലൈഫിൽ ചിലപ്പോൾ എനിക്ക് ആ ഒരു 10-18 ദിവസം എനിക്കിന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ദിവസങ്ങളാണ്. കാര്യം ഇവിടെ 30-40 പെയിൻറ്റിങ്സാണ് കൊണ്ടുപോയത്. 6 അടി പൊക്കമൊക്കെയുള്ള പെയിൻറ്റിങ്സാണ് ഇതെല്ലാം. ഈ കാണുന്ന പോലെയല്ല, വലിയ പെയിൻറ്റിങ്സാണ്. അപ്പോൾ അതിന് ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഷിപ്പിന് ഇവിടുന്ന് നമ്മൾ കാർഗോയിൽ ഷിപ്പിന് കയറ്റി അവിടെ ഇറക്കി. എന്നിട്ട് അവിടെ നമ്മൾ എന്താ പറയുക, അവിടെ ആദ്യമായിട്ടാണ് ഈ എക്സിബിഷനിലൊരു പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തുന്നത്. അപ്പോൾ അതിനൊരു സ്റ്റാൾ എടുത്തിട്ട് ആ സ്റ്റാളിൽ കൊണ്ടുപോയി ഇത് വെച്ചു. ഞാൻ ഈ ബുക്ക് 500 ബുക്കുമായിട്ട് അങ്ങോട്ട് പോയത്. ഈ ബുക്ക് ഇത് തന്നെയുണ്ട്, ഓരോന്നും 1.5 കിലോ ഉണ്ട്. അപ്പോൾ 500 എണ്ണത്തിൻ്റെ കിലോ, അതിൻ്റെ വെയിറ്റ് വേറെ, അതിൻ്റെ പൈസ വേറെ, എല്ലാം നമുക്ക് നല്ലൊരു എക്സ്പെൻസായി. 8-9 ലക്ഷം രൂപ മിനിമം എക്സ്പെൻസായി. എൻ്റെ ഹോട്ടലിലെ താമസം അവിടെ, പിന്നെ ഈ പോക്ക് വരവ്, ഫുഡ്, നമ്മളൊരാൾ എൻ്റെ കൂടെ ഒരാളുണ്ടോ, അങ്ങനെയൊക്കെ ചിലവായി. ഞാൻ ഈ എക്സിബിഷൻ അവിടെ പോയി നിന്നിട്ട് ആൾക്കാർ ബുക്കൊന്നും മേടിക്കുന്നില്ല. ഫോട്ടോ എടുപ്പ് നടക്കുന്നുണ്ട്, മാന്യമായിട്ട് ഫോട്ടോ എടുപ്പേ നടക്കുന്നുള്ളൂ. ഫസ്റ്റ് ഡേയിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇത് പോയി, സംഭവം ഇത് തോട്ടിപ്പോയി. എൻ്റെ ഒരു 8 ലക്ഷം രൂപ ഗൾഫിൽ കൊണ്ടുവന്ന് നാട്ടുകാരെ പെയിൻറ്റിങ് കാണിക്കാൻ വേണ്ടി പോയി എന്നുള്ള ഉറപ്പിച്ചേ. പിന്നെ ഞാനൊരു നിപ്പം നിന്നു. ഒരു 11 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും. 11 മണിക്ക് അങ്ങോട്ട് നിന്നാൽ, ആ കൗണ്ടറിൽ അങ്ങോട്ട് നിന്നാൽ വൈകിട്ട് 10-11 മണി വരെ ഒറ്റ നിപ്പാണ്. അങ്ങനെ ആൾക്കാർ വരും, ബുക്ക് ഞാൻ നിൽക്കുന്നുണ്ട്, മേടിക്കും, ഞാൻ എഴുതി കൊടുക്കും. ഇത് പിടിക്കണ്ടേ. പിന്നെ 10-12 പെയിൻറ്റിങ്സ് ഞാൻ പലരെയും പോയി കണ്ട് അവർ മേടിച്ചു. എന്ന് പറഞ്ഞാൽ ഈ വരുന്നവരാ ഇതെന്നാ ഇവിടെ നിൽക്കുന്നത്, അപ്പോൾ ഈ പുറകിലെ പെയിൻറ്റിങ് ഒന്നും നോക്കുന്നില്ല, വന്നവർ ഫോട്ടോ എടുപ്പ്. പിന്നെ അപ്പുറത്ത് ഈ തൊട്ടിപ്പുറത്താണ് ഹാള്. ആ ഹാളിൻ്റെ അകത്താണ് ഈ ബുക്കിൻ്റെ പ്രകാശനങ്ങളൊക്കെ. അപ്പോൾ ഞാനൊരു സെലിബ്രിറ്റി വെറുതെ ഇവിടെ നിൽക്കുകയാണല്ലോ. അപ്പോൾ 20-25 ബുക്കാണ് ഞാൻ പ്രകാശനം ചെയ്യുന്നത്. ഞാൻ ഇതുവരെ കാണില്ലാത്തൊക്കെ. പക്ഷേ ഞാൻ പറഞ്ഞു, അതൊരു ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരുപാട് പ്രഗത്ഭരായ എഴുത്തുകാർ, പ്രസാധകർ,
പല തരത്തിലുള്ള ആൾക്കാർ. എൻ്റെ ആ കൗണ്ടറിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളും VIP-കളും ഉണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ VIPs നമ്മുടെ ഇതിലായിരുന്നു. അപ്പോൾ എപ്പോഴും ആളും ബഹളവും സജീവമാണ്. അതൊരു 10-18 ദിവസം ഞാൻ ആഘോഷിച്ചു. ആഘോഷിച്ചു. നിന്നൂപ്പാട് വന്നെങ്കിൽ ഞാൻ ആഘോഷിച്ചു. എന്നിട്ട് ഈ 8 ലക്ഷത്തിന് എത്രയെങ്കിലും കിട്ടിയോ? തിരിച്ചു പിടിച്ചു. തിരിച്ചു പിടിച്ചു തിരിച്ച് പിടിച്ചിട്ടാണ് വന്നത്. ലാഭം ഉണ്ടായി. ലാഭവും വേണ്ട, നഷ്ടവും വേണ്ട. എനിക്കിനിപ്പോൾ ആ പൈസ പോയാൽ പോലും ചിലപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആ പോട്ടെ, ഇങ്ങനൊരു ആഗ്രഹം നടന്നല്ലോ എന്ന് വെച്ചേനെ. പക്ഷെ അതല്ല, അത്യാവശ്യം അത് ബീറ്റ് ചെയ്തു പോന്നു. വലിയ കാര്യമാണ് ഇങ്ങനെ പെയിൻറ്റിങ്. അല്ല, ഇതിൻ്റെ പുറമേ ഉള്ള ബുദ്ധിമുട്ട് പലർക്കും അറിയില്ല. വന്ന് കാണുമ്പോൾ ഇത്രയും എന്ന് പറഞ്ഞ് പോകും. പക്ഷേ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നമ്മുടെ ഒരു വലിയ കഷ്ടപ്പാടുണ്ട്. ഒരു പടം വരയ്ക്കുന്നതിനെടുക്കുന്ന സമയം, ആ സമയവും പിന്നെ ഇത് കൊണ്ട് നടക്കാനാണ് ബുദ്ധിമുട്ട്. ചിത്രകലയുമായി ബന്ധപ്പെട്ട് തന്നെ ചോദിക്കുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും വേറെ ഏതെങ്കിലും സ്വപ്നമുണ്ടോ? ഇപ്പം ഒരുപാട് ഈ പുസ്തകങ്ങൾ ഉണ്ട് നിലവിൽ, പിന്നെ വെബ്സൈറ്റിൽ അതിൻ്റെ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം, ഒക്കെ ചെയ്യുന്നുണ്ട്. അതുണ്ട്. അല്ലാതെ ഞാനിപ്പോൾ ഒരു സൈറ്റ് തുടങ്ങിയിട്ടുണ്ടല്ലോ, പെയിൻഡമിക് എന്നും പറഞ്ഞിട്ട് ഒരു സൈറ്റുണ്ട്. നമ്മുടെ ഓൺലൈൻ സൈറ്റാണ്. ഇന്ത്യയിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കയറാം. ആ സൈറ്റിൽ കയറിയാൽ എൻ്റെ പെയിൻറ്റിങ്സ് ഉണ്ട്. അതൊരു 3 അളവിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. 4:3, 3:2.5, 2:1.5 എന്നൊക്കെ പറഞ്ഞ അളവുണ്ട്. അത് നിങ്ങൾക്ക് റോൾ ക്യാൻവാസ് ആയിട്ടും തരും. സ്ട്രെച്ച് ചെയ്ത് ഫ്രെയിം അടിച്ചും ഇന്ത്യയിൽ എവിടെയും നമ്മൾ ഫ്രീ ഡെലിവറി ആയിട്ട് എത്തിച്ചു കൊടുക്കും. അത് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കാശ് കിട്ടുന്നുണ്ട്. കാശെന്നല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ നിന്നിപ്പോൾ ഭയങ്കര വരുമാനമൊന്നും കിട്ടാൻ പോണില്ല ഇപ്പോൾ. ഇത് ഞാനിപ്പോൾ ഒരു വിത്തിട്ട് വെച്ചിരിക്കുന്നുള്ളൂ. ഭാവിയിൽ എപ്പോഴെങ്കിലും മുളച്ച കൊയ്യാ. അതെ, എനിക്ക് ഓർമ്മയുണ്ട്, വാമനപുരം ബസ് റൂട്ട് എന്ന് പറയുന്ന പടം, അതിൻ്റെ ഷൂട്ടിംഗ് ഗുരുവായൂർ നടക്കുന്നു. അന്നാണ് ആ പടത്തിലാണ് മോഹൻലാലിനോടൊപ്പം ആദ്യത്തെ പടത്തിൽ അഭിനയിക്കുന്നത്. നേരത്തെ പടം വരച്ച് സൗഹൃദം തുടങ്ങുന്ന അവിടെ നിന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളോട് അന്ന് പറഞ്ഞു, ഞാനും ലാലേട്ടനുമായിട്ടുള്ളൊരു പടം എടുക്കണം. ഞങ്ങളടുത്ത് പറഞ്ഞു, എൻ്റെ ഭയങ്കര ആഗ്രഹം, എൻ്റെ സ്വപ്നമായിരുന്നു എന്നുള്ളത്. ശരിക്കും അന്നാണോ ലാലേട്ടനെ കാണുന്നത്? അതാണ് ആദ്യത്തെ കണ്ടുമുട്ടലും ഒക്കെ? അല്ല, ഞാൻ അതിനു മുമ്പ് ലാലേട്ടനെ പലപ്പോഴും സ്റ്റേജിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ മിമിക്രി കളിക്കുന്ന സ്ഥലത്തൊക്കെ ലാലേട്ടനുള്ള സമയത്ത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ സൗഹൃദം അതിന് മുമ്പേ ഉണ്ട് കേട്ടോ. സിനിമയിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് അതിനു മുമ്പ് ലാലേട്ടന് സൗഹൃദമുണ്ട്. ഞാനത് പണ്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കറുകച്ചാലിൽ എന്താണ് ആട്ടക്കലാശം സിനിമയുടെ 50ാമത്തെ ദിവസം ആഘോഷിച്ചപ്പോൾ അന്ന് ലാലേട്ടനൊക്കെ വന്ന് ഇരുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ വീട് വെച്ചിരിക്കുന്നത്. ആ പോർഷനിലാണ് അന്ന് സ്റ്റേജ് പണിതിരുന്നത്. അന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിന്നിട്ടുണ്ട്, കൗതുകത്തോടു കൂടി. അഭിനയിക്കുന്ന ഫസ്റ്റ് പടം ഇത്. അതെ, അതാണ് വാമനപുരം ബസ് റൂട്ട്. പക്ഷെ അത് നന്നായില്ല പടം, അതിൻ്റെ ഒരു വിഷമത്തിൽ പോയിട്ടുണ്ട് അല്ലേ? സിനിമയല്ലേ. ഒരു ഷോ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടാണ്, TK രാജീവ്കുമാറിൻ്റെ ഒരു ഷോ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഡബ് ചെയ്യുന്നുണ്ട്. അതായത് അദ്ദേഹം അഭിനയിച്ചൊരു സിനിമയുടെ ഇതിൽ നിന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ 6-ാം തമ്പുരാൻ്റെ അദ്ദേഹം ജഗന്നാഥനായിട്ട് ഡബ് ചെയ്ത്, ഞാൻ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ വോയിസും ചെയ്ത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഡയലോഗുകൾ കണ്ട് നമ്മൾ കേട്ടുമൊക്കെ ഭയങ്കര ആരാധിച്ചിരിക്കല്ലേ. അത് അദ്ദേഹം തന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ഉള്ള ഒരു സുഖമുണ്ടല്ലോ, അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പടങ്ങൾ ഞങ്ങൾ ചെയ്തായിരുന്നു അങ്ങനെ. വേറെയും കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു, അവരും വെച്ചിട്ട് ചെയ്തായിരുന്നു. മിമിക്രി ആണല്ലോ ശരിക്കും ഒരു തുടക്കം എന്ന് പറയുന്നത്. ചിത്രകല കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു മിമിക്രി കലാകാരൻ എന്ന നിലയിലാണ് തുടക്കവും. അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച ഒരാളാണ്. അപ്പം ഇടയ്ക്ക് വെച്ച് പറയുന്നത് കേട്ടു, ഞാൻ ഇതിനകത്ത് പോകാൻ സമയമായി, ഇതിൽ നിന്ന് മറി നിൽക്കണം എന്നും. അതെന്താ അങ്ങനെ ഒരു തീരുമാനം വരാൻ ഒരു ഇതെടുത്തത്? അത് നമ്മളിപ്പോൾ ഏത് പ്രസ്ഥാനമാണെങ്കിലും കലാരൂപമാണെങ്കിലും ഒക്കെ അവിടെ പുതിയ പുതിയ കലാകാരന്മാരും അവരുടെ പുതിയ പുതിയ ചിന്തകളും ഒക്കെ വന്നെങ്കിലേ ഇതിന് പഴക്കം തട്ടാതിരിക്കുകയുള്ളൂ, പുതുമയുണ്ടാവുള്ളൂ, അല്ലെ പഴകും. അപ്പം നമ്മൾ മാറാൻ തയ്യാറാവണം പുതിയ അനുകരണങ്ങളിലേക്ക്. അപ്പോൾ അത് മാറാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരുപാട് കലാകാരന്മാരുണ്ടല്ലോ. ഇപ്പം മഹേഷ് കുഞ്ഞുമോനൊക്കെ ഈ പറഞ്ഞാൽ ഒരുപാട് പേരെ പുതിയ ആൾക്കാരെ ചെയ്യുന്നു. അതുപോലെ ഒരുപാട് പേരുണ്ട്. അശ്വന്ത് എന്നൊക്കെ പറഞ്ഞാൽ കുറേ കുട്ടികളുണ്ട്, നല്ല പയ്യന്മാർ. അപ്പോൾ അവരൊക്കെ നല്ലതായിട്ട് പുതിയ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ വെറുതെ പോയിട്ട് ഇനി വീണ്ടും പഴയത് ചെയ്ത് നിൽക്കണോ വേണ്ടയോ എന്നൊരാലോചന. കൗണ്ടർ വരാൻ തുടങ്ങി, പിള്ളേർ വരെ കളിയാക്കാൻ തുടങ്ങി. അതൊന്നും ഞാൻ തന്നെ എന്നെ ട്രോളുന്നുണ്ട്. ജനാർദ്ദനൻ്റെ ശബ്ദം, ജനുവേട്ടൻ്റെ ശബ്ദം. അല്ല, അത് നമ്മൾ ഒരുപാട് അനുകരിച്ച് കഴിഞ്ഞിട്ട് കുറേ നമ്മൾ ഇതിനെ ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ പിന്നെ ഏതെങ്കിലും കുറച്ച് നമ്മുടെ ഇഷ്ടത്തിൽ കിടക്കും, നമുക്കിപ്പോഴും ചെയ്യാം എന്നുള്ളത്.
അതിൽപ്പെട്ട ഒരാളാണ് ജനാർദ്ദൻ്റെ ശബ്ദം. ബാക്കി കുറേയൊക്കെ ചെയ്തിരുന്നതൊക്കെ ഇപ്പം അങ്ങനെ ടച്ച് ഇല്ലാത്തതുകൊണ്ടൊക്കെ കുറേയൊക്കെ പോയി തുടങ്ങി. ഇപ്പം കേട്ടോ നമ്മൾ തുടരുമെന്ന് പറയുന്ന പടത്തിൻ്റെ പ്രകാശ് വർമ്മയെ ഏത് തരത്തിൽ അതും ജനാർദ്ദൻ ചേട്ടനാണ്. അതെന്തായിരുന്നു ആ പരീക്ഷ? ഞങ്ങൾക്കൊന്ന് കേട്ടാൽ കൊള്ളാം. ഇപ്പം ഇത്ര നേരം തള്ളി മാറി നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഈ പഴയതുമായിട്ട് പ്രകാശ് വർമ്മ സാറിൻ്റെ നല്ല രസമാണല്ലോ ശബ്ദവും, അയാൾ ഗംഭീരം അദ്ദേഹം ചെയ്തിരിക്കുന്നു, പെർഫോം ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമാണ്. ആ ഡയലോഗ് ആണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ സകല ആൾക്കാരും വേണ്ട മറ്റേ 36 കൊല്ലം അയാളാ ബെൻസ എന്നൊക്കെ പറഞ്ഞ് ഫുൾ ആൾക്കാർ ഇത് തന്നെയാണ്. ആൺ പെൺ വ്യത്യാസമില്ലാതെ പിള്ളേരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് പഴയ കാലത്തായിരുന്നു, ജനാർദ്ദൻ ചേട്ടൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്താണെങ്കിൽ ജനാർദ്ദൻ ചേട്ടനൊക്കെ ഇങ്ങനത്തെ ഒരുപാട് വിഷമം ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഈ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞാൽ ചുമ്മാ അന്നിങ്ങനെ നോക്കാം. പെർഫെക്റ്റ് ആണെന്നുള്ള ഒരു അഹങ്കാരമൊന്നും ഇപ്പോൾ ഇല്ല, എല്ലാം പോയി. 36 കൊല്ലമായടാ ബെൻസേ ഞാൻ പോലീസിൽ. ഇതിൻ്റെ ഇടയിൽ വേണ്ടതും വേണ്ടാത്തതുമായി ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഞാൻ സർവീസിൽ നിന്നും റിട്ടയറായി DYSP മെഡൽ മേടിച്ച് പടിയിറങ്ങുമ്പോൾ ജോർജ് സാറ് പഴയ ജോർജ് സാറ് തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? എന്നെയോ? അയ്യയ്യയ്യയ്യേ. നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നീ ഇനിയും ജോർജ് സാറിനെ ഒരുപാട് പഠിക്കാറുണ്ടനിയാ. ഗംഭീരം. കാരണം ഇതൊക്കെ ജനാർദ്ദൻ ചേട്ടൻ മുന്നേ ഒന്ന് സംസാരിക്കാൻ. അല്ല, എനിക്ക് അത് ഇപ്പോഴും ചെയ്യാൻ ഇഷ്ടമാണ്. ഞാനിപ്പോഴും മഴവിൽ മനോരമയുടെ ഷോയിൽ ബമ്പർച്ചേരിയിൽ ഇരുന്നിട്ട് ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഞാനത് എൻ്റെ ഒരു സന്തോഷം. അതായത് നമ്മളിപ്പോഴും എന്താ പറയുക, അതിനോടൊരു ഇഷ്ടമുണ്ടല്ലോ. ഞാനാക്കിയത് മിമിക്രി എന്ന് പറയുന്ന കലയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഡയലോഗുകളൊക്കെ പഴയ ആൾക്കാർ വീണ്ടും ചെയ്താൽ അതെ അദ്ദേഹം പറഞ്ഞതൊക്കെ അതിലുള്ള ഒരേ ടൈപ്പ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അത് അങ്ങനെ ജനാർദ്ദൻ അല്ലാതെ വേറെ ഞാൻ പിന്നെ അതിനധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞാൻ ആദ്യം വാക്ക് പറഞ്ഞത് പകരക്കാരനില്ലാത്ത എന്ന് പറഞ്ഞിട്ട് എന്താ വെച്ചാൽ അല്ല, അതങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് ഞാൻ അത് പറയും. കാരണം ഈ പെർഫെക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ആദ്യം കൊണ്ടുവന്നത് ഈ പ്രത്യേകിച്ചും പിന്നെ നസീറാണ്. അതിനകത്ത് തർക്കമൊന്നുമില്ല, അത് എല്ലാ മിമിക്രി ആർട്ടിസ്റ്റുകൾ പറയാറുമുണ്ട്. പക്ഷേ അത് മാതൃകയാക്കിയിട്ടാണ് ഈ പറഞ്ഞ മഹേഷ് കുഞ്ഞുമോൻ വരെയൊക്കെ അതിൻ്റെ ഈ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതെ, അല്ല, പകരക്കാരൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ എനിക്ക് പകരക്കാരൻ എന്നുള്ളതല്ല, അയാൾ വേറൊരാളാണ്, ഞാൻ വേറൊരാളാണ്, അബീക്ക വേറെ ആളായിരുന്നു. ഒരിക്കലും പകരക്കാരൻ എന്നുള്ളത് നമ്മൾ ആ വാക്ക് തന്നെ ശരിയല്ല. കാര്യം ഒരാളെപ്പോലെ അയാളല്ലേ ഉള്ളൂ, അയാൾക്ക് ചെയ്യാൻ പറ്റുന്നത് അയാൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വേറൊരാൾക്ക് ചെയ്യാം. ഇപ്പോൾ അനീഫ് കെയോ അല്ലെ ജനാർദ്ദൻ ചേട്ടനോ അനുകരിക്കുന്ന ആയിരക്കണക്കിന് മിമിക്രിക്കാരുണ്ട്. അവരെല്ലാം ചെയ്യുന്ന ജനാർദ്ദൻ ചേട്ടൻ തന്നെ ആയിരിക്കും. പക്ഷെ അതിലാരാണ് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നുള്ളതാണ് ചോദ്യം വരുന്നില്ല. മിമിക്രി പഠിക്കാൻ ആദ്യം പോകുന്നത് നമ്മുടെ അല്ലെങ്കിൽ ചേരണമെന്ന് പറഞ്ഞു തരുന്ന കരൺ റഹ്മാൻ്റെ അടുത്താണോ? അങ്ങനെയല്ല, ഞാൻ വളരെ അഭിചാരിതമായിട്ട് വന്നൊരാളാണ് മിമിക്രി. അതിന് തന്നെ ഒരു വലിയ സ്റ്റോറി ബാക്കി കിടപ്പുണ്ടിനി. അതല്ല, വളരെ അഭിചാരിതമായിട്ട് ഒരാൾ ചെയ്യുന്ന കണ്ട് ഇഷ്ടം തോന്നി വന്നു. പിന്നെ അബീക്കാട് അബീക്കാട് കാസറ്റായിരുന്നു. ആ ഒരു കാസറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അമ്മണിക്കുട്ടി എന്ന് പറയുന്ന പെൺകുട്ടിയെ പെണ്ണ് കാണാൻ വേണ്ടി നടന്മാർ വരുന്ന ഒരു സാധനമുണ്ട് പഴയ. ആ ഒരു ഓഡിയോ കാസറ്റിൽ എന്താ പറയുക, ഒരു 10-30 പേരോളം അദ്ദേഹം അനുകരിച്ചിട്ടുണ്ട്. നമുക്ക് അത്ഭുതമായിരുന്നു. 30-35 കൊല്ലം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത്ഭുതമായിരുന്നു, ഇതെങ്ങനെയാണിത് ഇയാൾ ചെയ്യണമെന്നൊക്കെ. പിന്നെ ഒരു ദിവസം ടി വിയിൽ ഒരു ഓണാഘോഷ പരിപാടി, അന്ന് ദൂരദർശൻ്റെ പരിപാടിക്കകത്ത് മേനോൻ സാറും ഇവരെ കൂടി പങ്കെടുക്കുന്നൊരു ഷോ. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ അബീക്ക എന്നൊരു മിമിക്രി കളിക്കുന്നു. അതാണ് എനിക്ക് ഇത് ഞാൻ പിടിക്കുമെന്ന് എനിക്ക് തോന്നിയത് അവിടെയാണ്. പക്ഷെ കറക്റ്റ് അബീക്കയുടെ അടുത്ത് തന്നെ എത്തിപ്പെട്ടത് അതാണ്. പുള്ളിയുടെ തന്നെ എത്തിപ്പെട്ടു. മൂപ്പര് തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു ഗൾഫ് ഷോയ്ക്ക് കൊണ്ടുപോകുന്നത്, ആദ്യമായി ഒരു സിനിമയിൽ വരുന്നതൊക്കെ അബീക്കയുടെ മുഖേനയാണ് വരുന്നത്. ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത നടൻ ആരായിരിക്കും? പഠിക്കണം തോന്നി നമ്മൾ ചെയ്യണം തോന്നുമല്ലോ. അങ്ങനെയല്ല, എൻ്റെ വീടിൻ്റെ അപ്പുറത്ത് തിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് ശബ്ദരേഖ കേൾക്കാമല്ലോ. എനിക്കൊന്ന് അന്ന് വ്രതം സിനിമയൊക്കെ ഇറങ്ങിയ സമയത്ത് കമൽ സാറിൻ്റെ ശബ്ദമൊക്കെ അന്ന് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒന്നും ഓർക്കത്തില്ല, അന്ന് ചെയ്യായിരുന്നു. പിന്നെ നസീർ സാറൊക്കെ ആയിരുന്നു തുടക്കത്തിൽ.
ഇതൊക്കെ ഒരു വാശിപ്പുറത്ത്. പക്ഷേ ഈ അവരുടെ മാനറിസങ്ങളൊക്കെ കറക്റ്റായിട്ട് വരും. ഇപ്പം ഉമ്മൻചാണ്ടി സാറിനെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹം പോലും അത്ഭുതപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അതൊക്കെ ശ്രദ്ധിക്കാറില്ലേ വളരെ കീനായിട്ട് അല്ലേ? ഈ പരിപാടിക്ക് ആദ്യം വരണ്ട എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നേരത്തെ പറഞ്ഞില്ലേ പെയിൻറ്റിങ്ങിൻ്റെ അകത്തൊരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞേ, അതെനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും വേണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് എന്ത് ചെയ്താലും അതിൻ്റെ അകത്തൊരു പെർഫെക്ഷൻ വേണം. എന്നാലേ ചെയ്യുള്ളൂ എന്നൊരാഗ്രഹക്കാരനും കൂടെയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഡീറ്റെയിലൊക്കെ നോക്കും. പിന്നെ വരയ്ക്കുന്നതുകൊണ്ട് നമുക്കൊരാളുടെ ഫേസിൻ്റെ എങ്ങനെയാണെന്ന് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അപ്പം അത് ഞാൻ തന്നെ എൻ്റെ മുഖത്ത് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് വരച്ച് നോക്കുമായിരുന്നു. പ്രസാദ് സാറിനെയൊക്കെ ഫിഗർ ചെയ്യുന്ന സമയത്ത് നമ്മൾ താടിയൊക്കെ വെച്ചിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് പല ആംഗിളിലൊക്കെ നിന്ന് തിരിയും. അവരിട്ടിതുപോലെ ഡ്രസ്സുകൾ മേടിച്ച് ജുബ്ബയിട്ട് അതിൻ്റെ മേളിൽ ഷാളിട്ട് കുറി വരച്ച് ഒക്കെ നമ്മൾ പല ആംഗിളിൽ നോക്കും. മുരളിച്ചേട്ടനാകുമ്പോൾ ജുബ്ബയിട്ട് ഇവിടെ വെട്ടൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ ഇതിങ്ങനെ ഓരോരുത്തരും ചെയ്ത് കണ്ണാടിയുടെ മുമ്പിൽ ഒരു വലിയ പ്രാക്ടീസ് ഉണ്ടായിരുന്നു. ഒരു ടൈമിൽ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേച്ചിട്ട് ഒരു വോയിസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. നല്ല പണിയെടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ചുമ്മാ ഒന്നും വിളിച്ച് വന്നല്ല, ഒറ്റയ്ക്ക് നമ്മൾ വഴിവെട്ടി തന്നെ വന്നതല്ല. നമുക്ക് ആരായിരുന്നു ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നത്? കറുകച്ചാൽ എന്ന് പറഞ്ഞൊരു സാധാ ഒരു ഗ്രാമമാണ്, ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്ത് എത്തുകയെന്ന് പറയുന്നത് തന്നെ ഗൾഫിലെത്തുന്നതിന് തുല്യമാണ് അന്നത്തെ കാലത്ത്. ഇവിടെ നിന്ന് നമ്മൾ ഫൈറ്റ് ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ നിന്ന് മിമിക്രിക്കാർ വാഴുന്ന കോട്ടയിൽ നിന്നിട്ടാണ് നമ്മൾ ഒരു കാലത്ത് നിൽക്കാൻ പിടിച്ചിരുന്നത്. പണിയെടുത്തതാണ്. അങ്ങനെ ആ പണിക്ക് അർത്ഥമുണ്ടായി, ആളും അർത്ഥം ഉണ്ടായി എന്ന് പറയാം. അതെപ്പോഴും അങ്ങനെയാണ്. കലപ്പ വലിക്കാത്തവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതായത് പണിയെടുക്കാത്തവൻ എന്നെ വിളിക്കണ്ടെന്ന്. അനുകരണ കല കൊണ്ട് ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചാൽ പിന്നീട് നമ്മുടെ പല മഹാന്മാരായ ഇവൻ അമ്പിളിച്ചേട്ടന് സൗണ്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത്ഭുതമാവില്ലത്. ആർക്കും അറിയില്ല. അമ്പിളിച്ചേട്ടന് കൊടുത്തിട്ടുണ്ട്, അനീഫയ്ക്ക് കൊടുത്തിട്ടുണ്ട്, നരേന്ദ്രപ്രസാദിന് കൊടുത്തു. അമ്പിളിച്ചേട്ടനൊന്നും കൊടുത്തായിട്ട് പറയുകയും ചെയ്യില്ല. ആ പടമൊക്കെ ഇപ്പം കാണുമ്പോൾ എനിക്ക് തന്നെ ചിരിയാ. അതായത് എൻ്റെ ശബ്ദം തന്നെയാണ്. ബന്ധുക്കൾ ആരും ഗോപാലിനെ രാമകൃഷ്ണനെ കൊണ്ടുപോകാൻ വരുന്നില്ലെന്ന് കരുതി അവരെ ചതിച്ചു. അന്നത് അമ്പിളിച്ചേട്ടൻ അമേരിക്കയിലായിരുന്നു. അപ്പം നിസാർക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ അമ്പിളിച്ചേട്ടൻ അമേരിക്കയിലാണ്, അപ്പം നീ ഒരു ട്രാക്ക് പറഞ്ഞിട്ടൊന്ന് അങ്ങോട്ട് അയച്ചു കൊടുക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ അമ്പിളിച്ചേട്ടൻ എന്നെ വിളിച്ചു അവിടുന്ന്. നീ ചെയ്തോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നല്ലതാണെങ്കിൽ നീ അത് തന്നെ വെച്ചോളാൻ. അങ്ങനെ ഞാൻ കയറി ഡബ് ചെയ്തു. അപ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് ആത്മാർത്ഥത കൂടുമല്ലോ. ഇതിൻ്റെ കള്ളപ്പണി നമുക്കറിയില്ല. ഇപ്പോൾ വേണമെങ്കിൽ എന്തോടി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ പറഞ്ഞു വെക്കാം. പക്ഷെ നമ്മൾ ഇതിനകത്തോട് ഇൻവോൾവ് ചെയ്യുമല്ലോ. ചെയ്തു തുടങ്ങിയാൽ പിന്നെ നമ്മുടെ മിമിക്രിക്കാരനെ താഴെ പോകാതെ കാത്ത് സംരക്ഷിക്കേണ്ട ബാധ്യത എൻ്റെ തലയിലാവും. അപ്പോൾ അതിനുവേണ്ടി നല്ല പിടിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്പിളിച്ചേട്ടൻ പറഞ്ഞു ഇതന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ അത് കേട്ടാൽ എൻ്റെ ശബ്ദമുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ പ്രസാദ് സാറ് പകുതി ഡബ് ചെയ്തിട്ടാണ് പോയത്. എന്താണ് വലത്തോട്ട് തിരിഞ്ഞാൽ 4ാമത്തെ വീടെന്നാണ്. അത് തന്നെ അൻസാർക്ക. അതിൻ്റെ പകുതി ഡബ് ചെയ്തിരിക്കുന്ന ഞാനാ. കൂട്ടുകാരുടെ മരണം എന്നെ ഒലിച്ചു കാണുമെന്ന് എനിക്കറിയാം. പക്ഷേ അത് കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും. പിന്നെ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു സിനിമ ഡബ് ചെയ്തു. പിന്നെ എന്തിനും മദിരാശിപ്പട്ടണം തമിഴ് അനീഫ്കയ്ക്ക് ഡബ് ചെയ്തു. இங்க வந்திருக்கும் அனைவரையும் கவர்னர் மாளிகை சார்பாக நான் வரவேற்கிறேன். എനിക്ക് തോന്നുന്നത് പട്ടാഭിഷേകം, അരമന വീടും 500 ഏക്കറും ആ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് മാട്ടുപ്പെട്ടി വച്ചാലൊക്കെ 20-25 പേർക്കൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ ആ പടം കാണാൻ മനസ്സിലാവും. അപ്പുറത്തേക്കുന്ന ചായക്കടക്കാരന്, ഇപ്പുറത്തൂടെ പോകുന്നവന്, മറ്റവർക്കൊക്കെ ഞാനാണ് കൊടുത്തിരിക്കുന്ന ശബ്ദം. പട്ടിയുടെ ശബ്ദം തന്നെ പാടില്ല അഭ്യാസം. പ്രസാദ് സാറിൻ്റെ ഒരു വീക്ക്നെസ് ആണ് തോന്നുന്നു അല്ലേ? അനീഫയ്ക്കുമാണ് അധികം അനുകരിച്ചിരിക്കുന്ന 2 കലാകാരന്മാർ. അല്ല, ഞാൻ ഒരു ടൈമിൽ ഞാൻ ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ 70-75 പേരെ അനുകരിച്ചിട്ടാണ് ഞാൻ വന്നത്. 75 പേരൊക്കെ ഉണ്ട്. പിന്നെ സ്റ്റേയിൽ അന്ന് 10-60 പേരെ നിന്ന് കളിക്കുമായിരുന്നു ഒരു ടൈമിൽ. ഏത് 10-30 കൊല്ലം മുമ്പുള്ളവരാണ്. അന്ന് നമ്മൾ നിന്ന് കളിക്കുമായിരുന്നു 10-60 പേരെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫിൽട്ടർ ചെയ്ത് എന്തിനാണ് ഇത്രയും കളിക്കേണ്ടതെന്ന് ആലോചിക്കും. അങ്ങനെ നമ്മളൊരു 30 പേരിലേക്ക് എത്തി. പിന്നെ മറ്റ് ബാക്കിയുള്ള കൂടെയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഞാൻ ചെയ്യുന്നത് പലതും അവരും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറേ വീതിച്ച് അവർക്കും എല്ലാം കൊടുത്തു. അങ്ങനെ എൻ്റെ ഒരു 10 എണ്ണം ആവും. അങ്ങനെയാണ് നമ്മളത് കുറഞ്ഞു വരുന്നത്.